ഹായ് ഹലോ എല്ലാവർക്കും സൺഷൈൻ ടേൽസിലേക്ക് സ്വാഗതം. തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് ലിപ് ടിൻസ് ആണ്. അതായത് നമ്മുടെ ബ്രൗൺ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക്സ് അല്ല, ലിപ് ടിൻസ് ആണ്. 4 ഉള്ളൂ ആകെ കൂടെ. അതും പിങ്ക് ഷെയ്ഡിൽ വരുന്ന കളറാട്ടോ ഞാൻ കാണിക്കുന്നത്. അല്ല, പിങ്ക് കളറിൽ വരുന്ന 4 ഷെയ്ഡ്സ് ആണ് കാണിക്കാൻ പോകുന്നത്. ഇതില് ഇപ്പൊ ഞാൻ ഈ ഇട്ടിരിക്കുന്നത്, ഞാൻ മേക്കപ്പ് ചെയ്തിട്ടല്ല കേട്ടോ കാണിക്കുന്നത്, മേക്കപ്പ് ഇല്ലാതെ തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോഴും ഞാൻ മേക്കപ്പ് ചെയ്തിട്ടില്ല. ഇത് എന്റെ ആക്ച്വൽ സ്കിൻ കളർ തന്നെയാണ്. ഈ സ്കിന്നിൽ തന്നെയാണ് ഞാൻ എല്ലാ സ്വാച്ചസും ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യം ഓർത്തിട്ട് മേക്കപ്പ് ചെയ്തിട്ട് കാണിക്കാം, മേക്കപ്പ് ചെയ്യാണ്ടും കാണിക്കാന്ന് വിചാരിച്ചു. പക്ഷെ അതൊരു നീണ്ട പ്രോസസ് ആയതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വിചാരിച്ചു. മേക്കപ്പ് ഇല്ലാണ്ട് കാണുന്നത് തന്നെയാണല്ലോ കുറച്ചും കൂടെ നല്ലതെന്ന് വിചാരിച്ചു. മേക്കപ്പ് ഇല്ലാണ്ട് നമ്മൾ ഇട്ടിട്ട് അത് കാണാൻ നല്ലതാണെന്നുണ്ടെങ്കിൽ, മേക്കപ്പ് ഇട്ടിട്ടാണെന്നുണ്ടെങ്കിലും എന്തായാലും കാണാൻ നല്ലതായിരിക്കുമല്ലോ. എനിക്ക് അങ്ങനെയാട്ടോ തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഐ മേക്കപ്പ് ചെയ്യുമ്പം ഒത്തിരി കളറുകൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ലിപ്സ്റ്റിക്ക് ചിലപ്പം നമ്മൾ മേക്കപ്പ് ഇല്ലാതെ യൂസ് ചെയ്യുന്നതും മേക്കപ്പ് ഇട്ടിട്ട് യൂസ് ചെയ്യുന്നതും ഡിഫറെൻ്റ് ആയിട്ട് തോന്നുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ ആദ്യത്തേത് കാണിക്കുന്നത് ഞാൻ ഈ ഇട്ടിരിക്കുന്നത് തന്നെയാണ്. എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കൊറിയൻ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യത്തെ ഒരു സ്കിൻ കെയർ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് വാങ്ങാറ്. സ്റ്റൈൽ വാന എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് എപ്പോഴും കൊറിയൻ പ്രൊഡക്ട്സ് വാങ്ങാറുള്ളത്. അപ്പൊ ഞാൻ ഈ ഇട്ടിരിക്കുന്നത് ഏതാണ്, പെരിപ്പെര എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ, ഇത് നാട്ടിൽ കിട്ടും എന്നാട്ടോ തോന്നുന്നത്. ഇങ്ക് വെൽവെറ്റ് എന്ന് പറഞ്ഞ സീരീസിലുള്ള ഹാർട്ട് ഫ്യൂഷ്യ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. നമ്പർ 16 ആണിത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മൾ ഇടുമ്പോ എന്താ പറയുക, ഇങ്ങനെ ബട്ടറി സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒഴുകി പോവും ചുണ്ടിൽ നമ്മൾ ഇടുമ്പോ. അതുപോലെ എനിക്ക് തോന്നിയത്. പിന്നെ എന്റെ സ്കിൻ ടോണിന് മാച്ച് ആവുന്ന ഒരു പിങ്ക് കുറെ നാളെ അന്വേഷിച്ച് കിടക്കണം. ഇത് ഞാനിപ്പം ഈ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്, ഇതിനെ ഞാൻ ഒന്ന്, അതായത് നമ്മൾ എക്സ്ട്രാ ഉള്ളതൊന്നും നമ്മൾ നമ്മുടെ ടിഷ്യൂ വെച്ചിട്ടൊന്നും അങ്ങനെ പ്രസ് ചെയ്തിട്ട് ലിപ്സ് തമ്മിൽ പ്രസ് ചെയ്തിട്ട് എക്സ്ട്രാ ഉള്ളത് നമ്മൾ മാറ്റില്ലേ, അതുപോലെ മാറ്റിയിട്ട് മാറ്റ് ആക്കിക്കുന്നതാണ്. ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഗ്ലോസി ആയിട്ടുള്ളതും മാറ്റ് ആയിട്ടുള്ളതും നിങ്ങൾക്ക് രണ്ടെണ്ണം കാണാൻ പറ്റുന്നുണ്ടാവും. ഒട്ടും ഡ്രൈയിങ് അല്ല കേട്ടോ, ഒട്ടും ഡ്രൈ ആയിട്ട് തോന്നില്ല. നമുക്ക് ചുണ്ടിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്ന് പോലും തോന്നില്ല, അത്രയും നല്ലതാ. ഇത് ഞാൻ വാങ്ങിയത് സെയിലിന്റെ സമയത്താണ്. എനിക്ക് തോന്നുന്നു $11, 11 പോയിന്റ് സംതിങ്, 12 അടുത്തായിട്ടുണ്ടായിരുന്നു. അത് സെയിലിനായതുകൊണ്ടാണ് അത്രയും കിട്ടിയത് കേട്ടോ, അത്രയും കുറവിന് കിട്ടിയത്. എനിക്കതിന്റെ പാക്കേജിങ്ങും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കണ്ണടച്ച് വാങ്ങിയതല്ല കേട്ടോ. ഇങ്ങനെ റിവ്യൂസ് കാണിക്കുന്ന വേറെയും യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, അവരുടെയൊക്കെ കണ്ടിട്ട് മേടിച്ചതാണ്. അതായത് ഡാർക്ക് സ്കിൻ, അത് എന്നെക്കാളും ഡാർക്ക് സ്കിൻ ആയിട്ടുള്ളവർക്ക് ഇത് മാച്ച് ആവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു, അപ്പൊ എന്തായാലും എനിക്ക് മാച്ച് ആവുമല്ലോ. ഇതാണ് കുപ്പി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ചെറുത്, ഞാൻ മിനി ആട്ടോ എല്ലാം വാങ്ങിയിട്ടുള്ളത്. ഇതിന്റെ നോർമൽ സൈസും ഉണ്ട്, പക്ഷെ ഞാൻ എല്ലാം വാങ്ങിയിട്ടുള്ളത് 4 ഉള്ളത് മിനി ആയിട്ടുള്ളത് തന്നെ, അതായത് മിനിയേച്ചർ വെർഷൻ ഉണ്ടല്ലോ. പിന്നെ ഞാൻ 2 വാങ്ങിയത് ടിയർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെയാണ്. ഇതിൽ ഒരു എക്സെപ്ഷൻ ഉള്ളത് ഈ ഒരു കളറ്. ഇത് എന്താ പറയാ, പിങ്ക് അല്ല, ഒരു ചോക്ലേറ്റ് ബ്രൗൺ എന്ന് വേണമെങ്കിൽ പറയാം, ആ കളറാണ് ഇത്. ഹണിനട്ട് 06 ആണ് ഇതിന്റെ നമ്പർ. ഈ ടിയറും നല്ലത് തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മൾ ലിപ് ടിൻസ് എപ്പോഴും നമ്മൾ ഇട്ടതിന് ശേഷം ഒന്ന് വൈപ്പ് ചെയ്ത് കളയണം, എന്നാലേ ടിൻറ്റ് അവിടെ നിൽക്കുള്ളൂ. അതല്ലാതെ നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്ന പോലെ അത് ഇട്ടിട്ട് അങ്ങോട്ട് പോവാറല്ലല്ലോ. ഇത് ലിപ് ടിൻറ്റ് എന്ന് പറയുമ്പോൾ അത് ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അതൊന്ന് വൈപ്പ് ചെയ്ത് കളയുക. അപ്പോഴാണ് ആ ടിൻറ്റ് നമ്മുടെ ചുണ്ടിൽ ഉണ്ടാവുക. അങ്ങനെയാണ് ലിപ് ടിൻസ് ഇടാറുള്ളത്. പക്ഷെ ചില സമയത്ത് ഞാൻ അങ്ങനെ ഇട്ടിട്ടും പോവാറുണ്ട് കേട്ടോ. അപ്പം ഇതും മിനി തന്നെയാണ്. 06 അല്ലേ, 06 തന്നെയാണ്. ഹണി നട്ട്, ഇത് മാത്രം ഒരു എക്സെപ്ഷൻ ഉള്ളത് അതിൻ്റെ അകത്ത്. പക്ഷെ ഇത് ഞാൻ തുടച്ച് മാറ്റിയിട്ടും കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അധികം സ്റ്റെയിൻ ഇല്ല, ടിൻറ്റ് നമുക്ക് അധികം കാണാൻ പറ്റില്ല വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ. പക്ഷെ എന്നാലും ഇതും നല്ലതാ. ഇതും ഹെവി ആയിട്ടൊന്നും നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല കേട്ടോ. ഇതും ഭയങ്കര സുഖമാണ് ഇടാൻ. ഇത് ഞാൻ വാങ്ങിയത് $6 തോന്നുന്നു. എല്ലാം ഈ 4 ഞാൻ സെയിലിന് തന്നെയാട്ടോ വാങ്ങിയത്. $6 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ടിയറിന്റെ അടുത്തത് ഇത് മാവ് റോസ്, ഈ സെയിം സീരീസിൽ തന്നെ വരണം കേട്ടോ. മാവ് റോസ് 01. അതിൻ്റെ അകത്തുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ, ഇത് പ്ലെയിൻ ആണ്.
ഇതിന്റെ പാക്കേജിങ്. ഇതിന്റെ അകത്ത് ചെറിയൊരു ഷൈൻ കാണുന്നുണ്ടോ, സ്പാർക്ലിംഗ് കാണുന്നുണ്ടാവുമല്ലോ അല്ലെ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. അതിട്ടിട്ട് അത് കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ, പക്ഷെ ഇതിന്റെ അകത്ത് ഭയങ്കര സ്പാർക്ലിംഗ് സംഭവം ഉണ്ട്. നോർമൽ ഒരു ഓഫീസ് ഇതിന് വേണ്ടിയിട്ടൊന്നും ഇട്ടിട്ട് പോകാൻ പറ്റില്ല, പക്ഷെ പാർട്ടിക്കൊക്കെ ഇട്ടിട്ട് പോകാൻ ബെസ്റ്റ് ആയിട്ടാട്ടോ. ഇപ്പൊ ഫ്രൈഡേ നൈറ്റ് പാർട്ടീസോ അല്ലെങ്കിൽ ഈവനിങ് പാർട്ടിയോ ഓഫീസ് പാർട്ടിയോ ബർത്ത്ഡേ പാർട്ടി അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര കളർഫുൾ ആയിട്ട് ജിഗ്ലി വിഗ്ലി ഇങ്ങനെ തിളങ്ങി പോകണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം. ഈ കവറിൽ മാത്രമേ ആ സ്പാർക്ലിംഗ് ഉള്ളൂ കേട്ടോ. കാണുന്നുണ്ടോ, കുപ്പിയിലില്ല. ഇതും മിനി തന്നെയാണ്. ഇതും ഒത്തിരി ഡാർക്കായിട്ട് സ്കിൻ ഉള്ളവർക്ക് ഇത് പറ്റുമെന്നുള്ളത് കാര്യത്തിൽ എനിക്ക് ഡൗട്ടാ. എന്റെ സ്കിൻ ടോണിന് എന്തായാലും പറ്റും. അപ്പൊ ഇതും വൈപ്പ് ചെയ്തിട്ടും വൈപ്പ് ചെയ്യാണ്ടും ഉള്ളതും നിങ്ങൾക്ക് കാണും കേട്ടോ. പിന്നൊരു കാര്യം, ഈ 4 ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല കേട്ടോ. എനിക്ക് എപ്പോഴും ജോലി 2 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു ചെറിയ ബ്രേക്ക് എടുക്കാറുണ്ട്, എന്തെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്യും. അത് ഒന്ന് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ ലിപ് ടിൻസ് എല്ലാം പോയിട്ടുണ്ടാവും, നമ്മൾ റീഅപ്ലൈ ചെയ്യണം. അപ്പൊ എനിക്ക് തോന്നുന്നു ഒന്നും കഴിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി ഒരു 4 to 5 hours നിൽക്കുമായിരിക്കും. ബട്ട് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ഓൺ ദ സ്പോട്ട് ഇതെല്ലാം പോയിട്ടുണ്ടാവും, നമ്മൾ റീഅപ്ലൈ ചെയ്യണം. ടിൻസ് ആയതുകൊണ്ട് ഒത്തിരി ലോങ് ലാസ്റ്റിംഗ് അല്ല. പിന്നെ അടുത്തത് എല്ലാവർക്കും അറിയാവുന്ന എറ്റൂഡിന്റെ വാട്ടർ ടിന്റ് ആണ്. ഇതില് ഞാൻ വാങ്ങിയത് 04 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി എന്താന്നുള്ളത്. ഇത് പക്ഷെ ഭയങ്കരമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഡാർക്ക് ആയി പോകും, ഒരുമാതിരി റെഡ് കളറായി പോകും. പക്ഷെ അല്ലാണ്ട് കുറച്ച് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്, ഞാനിട്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ 2-3 ഡോട്ട്സ് ഇങ്ങനെ ഇട്ടിട്ട് കൈ കൊണ്ട്, അതായത് വിരൽ കൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. അതല്ലാതെ ഇത് തന്നെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിങ്ക് കളറിൽ ഉണ്ടാവില്ല, ആ ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടില്ല. അതിന് പകരം ആ ഒരു ഭയങ്കര ബ്രൈറ്റ് റെഡിലേക്ക് പോവും. എനിക്ക് റെഡ് ആയിട്ടാണ് തോന്നിയത്, പക്ഷെ അത് റെഡ് അല്ല, എന്നാലും എനിക്ക് അങ്ങനെയാ തോന്നിയത്. റെഡ് ആണോന്നും എനിക്കറിയില്ല കേട്ടോ, എനിക്ക് ഓർക്കണില്ല ഞാൻ അതിന്റെ പേരെന്താന്നുള്ളത്. 04 ആണ് നമ്പർ. എനിക്ക് ഈ 4 കുറച്ചെങ്കിലും, അതായത് ഈ എറ്റൂഡിന്റെ ഈ ഒരു സംഭവം നമ്മൾ കുറച്ച് അധികം അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോ അധികം അപ്ലൈ ചെയ്യാതെയാണ് ഞാൻ കാണിച്ചത്, പക്ഷെ ഇത് അധികം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചാലും കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഫെയ്ഡ് ആയിട്ട് പോവില്ല. ഇത് മാത്രം, എറ്റൂഡ് മാത്രം. പക്ഷെ ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി ഫെയ്ഡ് ആയിട്ട് പോവും. ഈ ഒരു സംഭവം കുറച്ചെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും കുറച്ചെങ്കിലും അതവിടെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ടൈം ഇങ്ങനെ പോകുന്തോറും ഭയങ്കര നമ്മുടെ ലിപ്സ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട്, അത് നമുക്ക് ഡ്രൈനെസ് ഫീൽ ചെയ്യില്ല, പക്ഷെ കാണുന്നവർക്ക് ലിപ്പ് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കണ പോലെ തോന്നും. അതാണ് എനിക്ക് എറ്റൂഡിന്റെ കാര്യത്തിൽ ഇഷ്ടപ്പെടാണ്ട് പോയൊരു കാര്യം. പക്ഷെ അതല്ലാതെ വേറൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക, ലിപ് ടിന്റ് ഡ്രൈയിങ് അല്ല, നമുക്ക് ഫീൽ ചെയ്യില്ല, പക്ഷെ കാണുന്നവർക്ക് ലിപ്സ് ഭയങ്കര ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഉണങ്ങി വരണ്ടിരിക്കണ പോലെ തോന്നും. പക്ഷെ നമുക്ക് ആ ഒരു ഫീല് തോന്നില്ല. പക്ഷെ കാണുമ്പം അയ്യോ ഇതെന്ത് ഇങ്ങനെ ഇരിക്കണേന്ന് തോന്നിപ്പോവും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആരും എന്നോട് വന്ന് പറഞ്ഞിട്ടൊന്നുമില്ല ലിപ്സ് ഭയങ്കര ബോറായിട്ടാണ് ഇരിക്കണമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ഒരു കാര്യം എറ്റൂഡിന്റെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എറ്റൂഡും ഞാൻ സെയിലിന് തന്നെയാണ് മേടിച്ചത്. $5 ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു എറ്റൂഡ് എപ്പോഴും $10 താഴെ തന്നെ ഉണ്ടാവാറുള്ളൂ. ഇപ്പൊ കാനഡയിലുള്ള ആർക്കെങ്കിലും സെയിലിന് നമ്മുടെ കൊറിയൻ ലിപ് ടിൻസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സ്റ്റൈൽ വാന എന്ന് വാങ്ങാം, അതല്ലാന്നുണ്ടെങ്കിൽ യെസ് സ്റ്റൈലിന്ന് വാങ്ങാം. യെസ് സ്റ്റൈലില് കാനഡ പോസ്റ്റ് ആയിരിക്കും ഡെലിവറി ചെയ്യാം. കാനഡ പോസ്റ്റിന്റെ സ്ട്രൈക്ക് ഒക്കെ നടക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതല്ല സ്റ്റൈൽ വാനന്നാണ് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് വരും കേട്ടോ. ഒരു 1 വീക്ക് 2 വീക്സിനുള്ളിൽ എന്തായാലും പെട്ടെന്ന് എത്തും. പിന്നെ എന്താ പറയാ, എന്തൊരു കാര്യം കൂടെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പറയണമെന്ന്. എല്ലാരും ലിപ് ടിന്റ് അല്ലെങ്കിൽ ലിപ്സ്റ്റിക് സ്വാച്ചസ് കാണിക്കുമ്പോൾ ഇങ്ങനെ ഫോണിൽ നോക്കിയിട്ട് ഇങ്ങനെയാണല്ലോ ഇടാറ്. അങ്ങനെയല്ലേ ലൈവായിട്ട് കാണിക്കുന്ന പോലെയല്ലേ കാണിക്കുക. പക്ഷെ എനിക്ക് അങ്ങനെ കാണിക്കാനുള്ള വശമായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കാണ്ടിരുന്നത്. ഇങ്ങനെ ഈ ചെറിയൊരു സംഭവത്തിൽ കാണിച്ചത്. പക്ഷെ എന്നാലും അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാരും സന്തോഷമായിട്ടിരിക്കുക, വേറൊന്നും പറയാനില്ല. ഈ ഒരു ഇത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ചെയ്തതാ. 4 നല്ലത് തന്നെയാണ്. ഞാൻ ഈ 4 എപ്പോഴും മാറി മാറി യൂസ് ചെയ്യാറുള്ള ലിപ് ടിൻസാ. അപ്പൊ എനിക്കതൊന്ന് പറയാൻ തോന്നി. പക്ഷെ എല്ലാവരുടെയും ഒത്തിരി ലിപ്സ്റ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് ലിപ്സ്റ്റിക്കിനേക്കാളും കൂടുതൽ ഇഷ്ടം ടിൻസ് ആണ് യൂസ് ചെയ്യാൻ എളുപ്പം. അതാവുമ്പോൾ നമുക്ക് ഇങ്ങനെ കുഞ്ഞിതും മിനി ആയാലും വാങ്ങാൻ പറ്റുമല്ലോ. അപ്പൊ ഇത് തീർന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണെങ്കിൽ പെട്ടെന്ന് തീരുകയും ചെയ്യും. അപ്പൊ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കളർ വാങ്ങാലോ. ലിപ്സ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലുതല്ലേ, ലിപ്സ്റ്റിക്കിന്റെ മിനി ഉള്ളത് ഉണ്ടെങ്കിലും
ലിപ്സ്റ്റിക് കൂടുതലും എല്ലാവരും പ്രിഫർ ചെയ്യുക വലുതല്ലേ മേടിക്കാൻ. അപ്പൊ അത് തീർന്നു പോകാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. എനിക്കാണെങ്കിൽ ഒരു സാധനം തീരാണ്ട് വേറെ എണ്ണം മേടിക്കണതും അത് നമ്മൾ അധികം യൂസ് ചെയ്യാത്തതാണെങ്കിൽ അങ്ങനെ മേടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ലിപ്സ്റ്റിക് ഞാൻ വളരെ കുറച്ചേ യൂസ് ചെയ്യാറുള്ളൂ. ലിപ് ടിൻസാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ നാട്ടിൽ മാൾസിന്റെ ലിപ് ലൈനർ കിട്ടില്ലേ, അത് നമുക്ക് ലിപ്സ്റ്റിക് ആയിട്ടും യൂസ് ചെയ്യാലോ. അത് യൂസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. നമുക്ക് ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അടുത്ത വീഡിയോ എന്തായാലും ഇനി ഒരു 2-3 വീഡിയോയും കൂടി ഇവിടെ വെച്ചിട്ടുണ്ടാവുള്ളൂ, കാനഡയിൽ വെച്ചിട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നവംബറിൽ ഞാൻ നാട്ടിലേക്ക് വരികയാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ കല്യാണമാണ്. അപ്പൊ ഇനിയിപ്പം ഒരു മാസത്തേക്ക് നാട്ടിൽ നിന്നുള്ള വീഡിയോസ് ആയിരിക്കും എല്ലാം ഉണ്ടാവുക. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. അതുവരെ അല്ല, എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക, ചായയൊക്കെ കുടിക്കുക, ഭക്ഷണമൊക്കെ കഴിക്കുക. ചായ കുടിക്കാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ഇവിടെ വൈകുന്നേരമായി. അപ്പൊ ഞാൻ ചായ കുടിക്കാൻ പോവാ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.